ഇപ്പോൾ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നേടിയ ഒരു വാർത്തയാണ് ദിയ കൃഷ്ണകുമാറിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ അവിടെ നിന്ന ജോലിക്കാർ 3 പേർ ചേർന്ന് 65 ലക്ഷം രൂപയോളം തട്ടി എടുത്തു എന്നുള്ളത്. ശരിക്കും എന്നെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച 2 കാര്യങ്ങൾ. ന്യൂസിലോട്ട് പറഞ്ഞ ഒരു കാര്യം, ടാക്സ് എവേഷന് വേണ്ടി അവരുടെ അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നു, ആ അക്കൗണ്ടിൽ നിന്നും ക്യാഷായി വിഡ്രോ ചെയ്ത് തിരിച്ചു കൊടുത്തിരുന്നു എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്, വീഡിയോയുടെ ചില കമൻറ്റുകൾ കണ്ടിരുന്നു. ആ കമൻറ്റിൽ പറഞ്ഞിരുന്ന കാര്യം, ബിസിനസ് ടാക്സ് എവേഷന് വേണ്ടി മറ്റുള്ളവരുടെ അക്കൗണ്ട് ഉപയോഗിച്ച് ആ അക്കൗണ്ട് ഉപയോഗിച്ചത് മുതലെടുത്ത് അവർ കുറച്ച് തട്ടിപ്പ് നടത്തി എന്നുള്ളൊക്കെ രീതിയിലാണ്. അപ്പോൾ ഒരു ടാക്സ് പ്രൊഫഷണൽ എന്നുള്ള ലെവലിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ ഷമീർ ബഷീർ, പ്രാക്ടീസിങ് ടാക്സ് പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് അഡ്വൈസർ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. GST രജിസ്ട്രേഷൻ എടുക്കാതിരിക്കുന്നതിനും അല്ലെങ്കിൽ GST അടയ്ക്കുന്ന എമൗണ്ട് കുറയ്ക്കുന്നതിനും വേണ്ടി ചില ബിസിനസ്സുകാർ ചെയ്യുന്ന ഒരു വഴിയാണ് അവർക്ക് വരുന്ന പേയ്മെൻറ്റ് പലരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങുക എന്നുള്ളത്. അതായത് 40 ലക്ഷം രൂപ വരെ ട്രേഡിംഗ് ബിസിനസ്സിൽ വരുമാനമുള്ളവർക്ക്, റിസീവ് ചെയ്യുന്നവർക്ക് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സർവീസ് സെക്ടർ ആണെങ്കിൽ 20 ലക്ഷം രൂപ വരെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നവർക്കും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതില്ല. GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതില്ല എങ്കിൽ അവർ GST അടയ്ക്കേണ്ടതുമില്ല. ആ ഒരു മാർഗം, ആ ഒരു കൺസെഷൻ വെച്ചുകൊണ്ട് അപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്ന എമൗണ്ട് പല വ്യക്തികളുടെ പേരിൽ പോകുമ്പോൾ ആ പോകുന്ന എമൗണ്ടിനൊന്നും GST ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ GST രജിസ്ട്രേഷനുള്ള ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അത്രയും രൂപയുടെ ടാക്സ് നമുക്ക് വെട്ടിക്കാൻ കഴിയും. ചില ഹോട്ടലുകളിൽ GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഇന്ന് അയക്കുന്ന QR കോഡ് ആയിരിക്കില്ല 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ ഉള്ളത്. അപ്പോൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, പല ബിസിനസ് സ്ഥാപനങ്ങളും GST വെട്ടിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കുന്ന ഒരു മെത്തേഡുണ്ട്. ഇവിടെ 2 കാര്യങ്ങളാണല്ലോ, GSTയും ഇൻകം ടാക്സും. 40 ലക്ഷം രൂപയ്ക്ക് താഴെ ആയതിനാൽ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ GST വരുന്നില്ല. ഈ 40 ലക്ഷം രൂപയുടെ 8% നമുക്ക് ഇൻകം ടാക്സിൽ പ്രോഫിറ്റ് കാണിച്ചാൽ മതി. അത് ഈ ബേസിക് ഇൻകം ടാക്സിൻ്റെ എക്സംഷൻ ലിമിറ്റിന് താഴെ ആയതുകൊണ്ട് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ടാക്സ്, അത്രയും എമൗണ്ടിന് ടാക്സ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഓക്കെ, ഈ മെത്തേഡിലേക്ക് ബിസിനസ്സുകാരെത്തുമ്പോഴുള്ള 2 പ്രശ്നങ്ങൾ ഞാൻ പറയാം. ബിസിനസ്സുകാർക്കുള്ള പ്രശ്നമാണ് ദിയ കൃഷ്ണകുമാറിൻ്റെ ഇഷ്യൂ. അതായത് ഈ ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ കള്ളത്തരം കാണിക്കും. അതായത് അവരുടെ അക്കൗണ്ടിലോട്ടാണ് പേയ്മെൻറ്റ് പോകുന്നത്, അവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യില്ല, ക്യാഷ് ഒന്നും കൊടുക്കില്ല. അതായത് ഈ ചെയ്യുന്ന സിറ്റുവേഷനിൽ അവർ ചെയ്യുന്നൊരു മെത്തേഡ് ക്യാഷ് പേയ്മെൻ്റ് ആണ്. അതായത് സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വാങ്ങി അവർ തിരികെ കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേയ്മെൻറ്റ്, അവർക്ക് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് അടക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഡയറക്റ്റായിട്ട് ഈ സ്ഥാപനമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കും. കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ GST ഇവേഷന് തെളിവാവും. ഇത് കണക്ഷൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് GST വെട്ടിപ്പിന് തെളിവായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ നമുക്ക് കേസ് പോയാലും പ്രൂവ് ചെയ്യാൻ ഓപ്പോസിറ്റ് പാർട്ടിക്ക് പറ്റാത്തത് കൊണ്ട് ഈസി ആയിട്ട് നമുക്കതിൽ നിന്ന് ഒഴിവായി വരാൻ കഴിയും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ തൊഴിലാളികൾ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ്സുകാർക്ക് പ്രശ്നം ഉണ്ടാവും. ഇതാണ് ബിസിനസ്സുകാർക്കുള്ള പ്രശ്നം. ഇനി തൊഴിലാളികളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഈ മുതലാളിക്ക് അയാളോട് എന്തെങ്കിലും ഒരു വെറുപ്പ് തോന്നിയിട്ട് ഈ പറഞ്ഞ ക്യാഷ് എല്ലാം ഈ QR കോഡ് വെച്ച് അയാൾ റിസീവ് ചെയ്തു, അയാൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ ഇനി ഇത് നേരത്തെ പറഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ 1 ലക്ഷം രൂപ അയാൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 1 കോടി രൂപയുടെ കണക്ക് അയാളുടെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അത്രയും എമൗണ്ടിന് മതിയായ രീതിയിൽ അയാൾ റിപ്ലൈ പറയേണ്ടി വരും, ആൻസർ പറയേണ്ടി വരും. ടാക്സ് ഇവേഷന് വേണ്ടി സഹായിക്കുന്ന എംപ്ലോയീസ് ശ്രദ്ധിക്കുക, കാരണം നിങ്ങളും പിടിക്കപ്പെടാം. നിങ്ങൾ പിടിക്കപ്പെടുന്ന സിറ്റുവേഷൻ അത്രത്തോളമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞ പോലുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ പെടുത്താം. അതുപോലെ ബിസിനസ് നടത്തുന്നവരും ശ്രദ്ധിക്കുക, കാരണം നിങ്ങളുടെ ക്യാഷ് എന്ത് ചെയ്യുക, മറ്റുള്ളവർ അടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ നിങ്ങൾ ടാക്സ് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ ഡേഞ്ചർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 തരത്തിലുള്ള ആളുകളാണ് ടാക്സ് ഇവേഷന് വേണ്ടി ഈ മെത്തേഡ് സ്വീകരിക്കുന്നത്. ഒന്ന്, GST രജിസ്ട്രേഷൻ എടുക്കാതിരിക്കാൻ. അതായത് അത് കൂടുതലും കണ്ടുവരുന്നത് റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളിലാണ്. റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളിൽ പലരും GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡാണ് ഉപയോഗിച്ച് വരുന്നത്. അതായത് പല ആളുകളുടെ 20 ലക്ഷം രൂപയാണ് റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾക്ക് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ലിമിറ്റ്. ആ 20 ലക്ഷം ക്രോസ് ചെയ്യാതെ മാക്സിമം എന്ത് ചെയ്യും, പല ആളുകളുടെ QR കോഡ് ഉപയോഗിച്ച് ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഒക്കെ പേയ്മെൻറ്റ് വാങ്ങും.
അങ്ങനെ വരുമ്പോൾ അയാൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരില്ല. ഇനി GST രജിസ്ട്രേഷൻ എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കോടി രൂപ ഒരു വർഷത്തിൽ അയാളുടെ ബിസിനസ്സിൽ നിന്നും ഒഴിവാക്കുകയാണെങ്കിൽ, അയാൾ 18% ടാക്സ് അടയ്ക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ 18 ലക്ഷം രൂപ ടാക്സ് ഒഴിവാക്കാം. ഇതാണ് അതിനകത്ത് വരുന്ന എല്ലാവരും ഈ ഒരു കാര്യത്തിലേക്ക് വരാനുള്ള ഒരു മെയിനായിട്ടുള്ള അവരുടെ ഒരു ഇനിഷ്യേറ്റീവ്. ദിയ കൃഷ്ണകുമാറിൻ്റെ കേസിൽ ഈ ഒരു പ്രശ്നം തെളിയിക്കാനായി ആർക്കും കഴിഞ്ഞതായിട്ട് ന്യൂസുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോലും തെളിയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ കള്ളത്തരം ഓൾറെഡി നടത്തിയതായി, അവർ പണം തട്ടിയതായി അവർ പറയുന്നുണ്ട്. പക്ഷേ എത്ര രൂപയാണ് അവർ തട്ടിയെടുത്തത് എന്നുള്ളത് ശരിക്കും പറയുന്നില്ല. 10 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം കൊടുത്തു എന്നൊക്കെ ഞാൻ പല വീഡിയോസിലും കണ്ടിരുന്നു. ഇനി അത്രത്തോളം മാത്രമാണ് അവരെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതെങ്കിൽ ടാക്സ് ഇവേഷൻ നടന്നു എന്നുള്ളതായിരിക്കാം. ഞാൻ ടാക്സ് ഇവേഷൻ നടന്നു എന്നോ നടന്നില്ല എന്ന് പറയുന്നില്ല. ടാക്സ് ഇവേഷൻ നടക്കാൻ ഇങ്ങനൊരു മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അവരുടെ കേസ് പോലീസോ അല്ലെങ്കിൽ GST ഡിപ്പാർട്ട്മെൻറ്റോ നോക്കേണ്ട കാര്യമാണ്. ഇനി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ശരിക്കും പറഞ്ഞാൽ ടാക്സ് ഇവേഷൻ നടത്തിയോ എന്ന് കണ്ടുപിടിക്കുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അത് GST ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അവരുടെ കയ്യിൽ GST റിട്ടേൺ ഫയൽ ചെയ്ത ഇൻഫർമേഷൻസ് ഉണ്ട്, പർച്ചേസ് ചെയ്തതും സെയിൽ ചെയ്ത ഇൻഫർമേഷനുണ്ട്. അപ്പോൾ പർച്ചേസും സെയിലും തമ്മിലുള്ള പ്രോഫിറ്റിൻ്റെ വേരിയേഷൻ എടുത്ത് അതോടൊപ്പം സ്റ്റോക്ക് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ടാക്സ് ഇവേഷൻ നടന്നിട്ടുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് മനസ്സിലാകുന്നു. ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.